ഡിയർ സ്റ്റുഡൻസ്, ഇത് സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഡോം ഓഫ് എ ബിൽഡിംഗ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹെമിസ്ഫിയർ. ഫ്രം ഇൻസൈഡ് ഇറ്റ് വാസ് വൈറ്റ് വാഷ്ഡ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ₹997.92. If the cost of whitewashing is 400 paisa per square meter, find the value of air inside the dome. അപ്പോൾ നമുക്ക് ഡോമിനുള്ളിലുള്ള എയർ ആണ് കാണുന്നത്. ഡോം ഏത് ഷേപ്പിലാണുള്ളത്? ഹെമിസ്ഫിയർ ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് ഉൾഭാഗം പെയിന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെലവായ കോസ്റ്റ് ആണ് എത്ര തന്നിട്ടുള്ളത്? 997.92. അപ്പോൾ അത് ഒരു സ്ക്വയർ മീറ്ററിന് 400 പൈസ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ മീറ്ററിന്, അതായത് പെർ സ്ക്വയർ മീറ്ററിന് നമുക്ക് എത്ര പൈസയാണ്? ₹4 വെച്ചിട്ടാണ് ചിലവാകുന്നത്. അതായത് ഇതിൻ്റെ ഉൾഭാഗം വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ചിലവായ പൈസയാണ് 997.92. അത് ഒരു സ്ക്വയർ മീറ്ററിന് ₹4 വെച്ചിട്ടാണ്. അപ്പോൾ സാധാരണ നമുക്ക് ഉൾഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ CSA. അപ്പോൾ CSA എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഡിവൈഡ് ബൈ 997.92 ഡിവൈഡ് ബൈ 4 ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ CSA കിട്ടുക. കാരണം കോസ്റ്റ് ഒരു സ്ക്വയർ മീറ്ററിന് എത്രയുണ്ടോ അത് നമ്മൾ ടോട്ടൽ ചിലവായതിൽ നിന്ന് ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തെ CSA എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ CSA കാണാൻ വേണ്ടി അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യാം. 8, 19 4 4s are 60, 37 9.1 റിമൈൻഡർ. അപ്പോൾ 4 4s are 16, ഇവിടെ 32 8. അപ്പോൾ 249.48. ഇതാണ് നമ്മുടെ CSA. അപ്പോൾ ഹെമിസ്ഫിയറിന്റെ CSA എന്ന് പറയുന്നത് എന്താണ്? 2πr². 2πr² = 249.48. അപ്പോൾ r² എന്ന് പറയുന്നത് 249.48 ഡിവൈഡ് ബൈ 2π എന്നുള്ളത് 2 × 22/7. അപ്പോൾ 22/7 എന്നുള്ളത് നമുക്ക് മുകളിൽ എഴുതാം. അപ്പോൾ ഇതിന് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുക. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 124.74 എന്ന് വരും. അതിന് പിന്നെ നമുക്ക് ഈ 124.74 × 7 ഡിവൈഡ് ബൈ 22 ആണുള്ളത്. ഇതിന് 2 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ 11. ഇവിടെ ഇതിന് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 6. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2.37 വരും. അപ്പോൾ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 39.69 ആണ്. 39.69 എന്ന് കിട്ടും. ഇത് r² ആണ്. അപ്പോൾ r എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ലോങ് ഡിവിഷൻ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. 39.69 ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ 6 36 3 പോയിന്റ് കൊടുത്തു. 369 6 6 12 പിന്നെ 3, അതായത് 9ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 123 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 369 വരും. അപ്പോൾ 0. അപ്പോൾ നമുക്ക് r എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 39.69 ആണ്. അത് 6.3 എന്ന് കിട്ടി. r 6.3 എന്ന് കിട്ടി. നമുക്ക് എന്താണ് കാണേണ്ടത്? വോളിയം എന്ന് പറയുന്നത് 2/3πr³. അപ്പോൾ 2/3 × 22/7 × r³ എന്ന് പറയുന്നത് 6.3 × 6.3 × 6.3. ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 0.9. ഈ 3യും ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 2.1. അപ്പോൾ വോളിയം ഓഫ് എയർ ഇൻസൈഡ് ഡോമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്ത് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 523.90 m³ എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, the radius and slant height of a cone are in the ratio 4:7 if its CSA is, അതായത് കേർവ് സർഫസ് ഏരിയ 792 cm² എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ്. അപ്പോൾ നമുക്ക് ഇവിടെ റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. സ്ലാൻഡ് ഹൈറ്റ് എന്താണ്? L തമ്മിലുള്ള റേഷ്യോ 4:7, അതായത് 4/7. അപ്പോൾ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 4x എന്ന് എടുക്കുക. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 7x എന്ന് എടുക്കുക. നമുക്ക് തന്നിരിക്കുന്നത് CSA ആണ്. CSA ഓഫ് കോൺ എന്ന് പറയുന്നത് എന്താണ്? πRL. πRL = 792. അപ്പോൾ 22/7 × r എന്ന് പറയുന്നത് എന്താണ്? 4x × L എന്ന് പറയുന്നത് 7x = 792. അപ്പോൾ നമുക്ക് ഈ 7ഉം ഈ 7ഉം ക്യാൻസലായി. x² അവിടെ വെക്കുക. അതിനുശേഷം 792
ഡിവൈഡ് ബൈ എന്ത് വരും 4 ഇൻറ്റു 22 എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഇത് 4 കൊണ്ട് ക്യാൻസൽ ആവുമെങ്കിൽ 7 9 2 4 കൊണ്ട് പോകുമെന്ന് നോക്കാം. ആദ്യം 4 3 39 39ൽ 9 4 36 3 32 8 198. അപ്പോൾ 198 ടൈംസ് പോകുന്നുണ്ട്. ഇനി ഇതിൽ രണ്ടിനും നമുക്ക് 2 കോമൺ ആയിട്ടുണ്ട്. ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇത് 11, ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 9. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 9 എന്നാണ് കിട്ടുന്നത്. എക്സ് സ്ക്വയർ 9 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? √9 എന്ന് പറയുമ്പോൾ 3 എന്ന് കിട്ടി. അപ്പോൾ എക്സ് 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ് ആണ്. റേഡിയസ് എന്തായിട്ടാണുള്ളത്? 4x ആണ്. അപ്പോൾ റേഡിയസ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 3. അപ്പോൾ 12 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ആർ ഇൻ ദ റേഷ്യോ 4:3 ആൻഡ് ഇറ്റ്സ് വോളിയം ഈസ് 2156 സെൻറ്റിമീറ്റർ ക്യൂബ്. ഫൈൻഡ് ദ CSA ഓഫ് കോൺ. അപ്പോൾ നമുക്ക് റേഡിയസിൻ്റെയും ഹൈറ്റിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 4:3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 4x, ഹൈറ്റ് എന്ന് പറയുന്നത് 3x. അതുപോലെ വോളിയം എന്ന് പറയുന്നത് 2156 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CSA എന്ന് പറയുന്നത് 5RL ആണ്. അപ്പോൾ റേഡിയസും എല്ലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CSA കാണാം. അപ്പോൾ റേഡിയസ് 4x, അതായത് 1/3 πr²h ആണ് 2156 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 4x ഇൻറ്റു 4x ഇൻറ്റു 3x is equal to 2156. ഇതിലിപ്പോൾ നമുക്ക് 3 ക്യാൻസലായി. ഇനി എക്സ് ക്യൂബ് ഈക്വൽ ടു 2156 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 4 ഇൻറ്റു 22 എന്ന് വരും. ഇനി ഇതിൽ നമുക്ക് ഇതിനെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 4s are 20, 15ൽ 4 3s are 12, 36ൽ 9. ഇനി എന്ത് ചെയ്യുക? നമുക്ക് 539നെ 11 കൊണ്ട് ക്യാൻസൽ ആവും നോക്കാം. 11 4 44 9 വന്നു 49. അപ്പോൾ ഇതിനെ നമ്മൾ 11 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2, ഇതിനെ 11 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 49. അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് 49 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 2 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. ക്യൂബ് റൂട്ട് കാണുന്നു, അതായത് ഇതിൻ്റെ ഫാക്ടേഴ്സ് ചെയ്ത് 7 ഇൻറ്റു 7 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് തന്നെ 3 ഒന്നാണ് നമ്മൾ റൂട്ടിന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 7/2 7/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ആണ്. അപ്പോൾ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 3.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് 3 ഇൻറ്റു 3.5 ഈസ് ഈക്വൽ ടു 10.5. അപ്പോൾ നമുക്ക് ഇനി എല്ല് കണ്ടുപിടിക്കണം. എല്ല് എന്ന് പറയുന്നത് √r² + h² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √14² + 10.5². അപ്പോൾ ഇത് 196 എന്ന് വരും, പ്ലസ് 10.5 ഇൻറ്റു 10.5 110.25 എന്ന് വന്നു. 110.25ഉം 196ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരുന്നത്? 306.25. 306.25 ലോങ് ഡിവിഷൻ. അപ്പോൾ ഇവിടെ നിയറസ്റ്റ് 17 ഇൻറ്റു 17 എന്ന് പറയുന്നത് 289. 289 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 71725. ഇവിടെ പോയിന്റ് കൊടുക്കുക. അതിൻ്റെ ഡബിൾ 17 17 34. 34 ഇവിടെ 5ൽ എൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് വരും 0. അപ്പോൾ നമുക്ക് എൽ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? 17.5 ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? CSA ആണ്. CSA is equal to 22/7 ഇൻറ്റു റേഡിയസ് 14 ഇൻറ്റു എൽ എന്ന് പറയുന്നത് 17.5. അപ്പോൾ ഇത് രണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 44 ഇൻറ്റു 17.5 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ 770 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അതിൻ്റെ CSA എന്ന് പറയുന്നത് 770 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സർഫസ് ഏരിയാസ് ഓഫ് 2 സ്ഫിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 16:9. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദിയർ വോളിയംസ്. അപ്പോൾ സർഫസ് ഏരിയാസിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. അപ്പോൾ 2 സ്ഫിയർ ആയതുകൊണ്ട് 4πr1² ഡിവൈഡ് ബൈ 4πr2² എന്ന് കൊടുക്കുക. അപ്പോൾ 4π ക്യാൻസൽ ആയി.
ഇവിടെ നമുക്ക് റേഷ്യോ തന്നിട്ടുള്ളത് 16:9 ആണ്. അപ്പോൾ 16/9. അപ്പോൾ R1² ആണ് 16. R1/R2 എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ 4/3 വരും. ഇനി നമുക്ക് വോളിയത്തിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. വോളിയം എന്ന് പറയുന്നത് 4/3 പൈ R1³ ഡിവൈഡ് ബൈ 4/3 പൈ R2³ ആണ് കാണേണ്ടത്. 4/3 പൈ ക്യാൻസൽ ആയി. R1³ ഡിവൈഡ് ബൈ R2³ ആണ് വരുന്നത്. R1 അപ്പോൾ ഇതിന്റെ ക്യൂബ് 4³ ഡിവൈഡ് ബൈ 3³ ദാറ്റ് ഈസ് ഈക്വൽ ടു 64:27 വരും. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ solid spherical ball of diameter 4.2 cm when it is completely immersed in water. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു വോളിയം ഓഫ് സ്ഫിയർ എന്ന് വരും. സ്ഫെറിക്കൽ ബോളിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അതായത് എത്ര വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ഫെറിക്കൽ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ R³ ആണ്. ഇവിടെ നമുക്ക് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡയമീറ്റർ 4.2 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 2.1. അപ്പോൾ 4/3 ഇൻറ്റു 22/7 ഇൻറ്റു 2.1 ഇൻറ്റു 2.1 ഇൻറ്റു 2.1. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 0.3 വരും. 0.3യും 3യും ക്യാൻസൽ ചെയ്യുമ്പോൾ 0.1 ആയി. ഇത് 441 ഇൻറ്റു 88. 441 ഇൻറ്റു 88 മൾട്ടിപ്ലൈ ബൈ 8 32 പ്ലസ് 3 35 0. അപ്പോൾ എത്ര പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് 1 2 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് കൊടുക്കും. അപ്പോൾ 38.808 ഇത്രയും cm³ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.